റംസാൻ മൊഴികൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് റാഫി ചെമ്പ്ര. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വിശുദ്ധ റമദാനിൻ്റെ അവസാനത്തെ ദിനരാത്രങ്ങളിലേക്ക് വിശ്വാസി സമൂഹം നടന്നെടുക്കുകയാണ്. ഈ സന്ദർഭത്തിൽ റമദാൻ ആരാധനകളുടെ മാസമാണ് എന്ന് പറയുന്നത് പോലെ തന്നെ പാപമോചനത്തിൻ്റെ മാസമായി കൂടി അറിയപ്പെടുന്ന മാസമാണ്. ദൈവത്തിനടുത്തേക്ക് മനുഷ്യൻ ചേർന്നിരിക്കുകയും ദൈവത്തിൻ്റെ ഉപാസകനായി ഓരോ അടിമയും മാറുകയും ജീവിതത്തിൽ വന്നുപോയ എല്ലാവിധ പാപങ്ങളും പുറത്ത് കിട്ടാനുള്ള നിരന്തരമായ പരിശ്രമങ്ങൾ നടത്തുകയും ആ അർത്ഥത്തിൽ പാപമോചനം സാധ്യമാകുന്ന ഒരു സന്തോഷത്തിൻ്റെ വലിയ ആനന്ദം അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഒരു വിശ്വാസിക്ക് റമദാൻ നൽകുന്നത്. വിശിഷ്യ റമദാനിൻ്റെ അവസാന സന്ദർഭങ്ങൾ, അവസാനത്തെ 10 ദിവസങ്ങൾ, ഇതുവരെ നിർവഹിച്ച 20 ദിവസം 30 ദിവസമാണ് റമദാൻ. 20 ദിവസത്തോളം നിർവഹിച്ച ആരാധനകളും ദൈവസാമീപ്യം നേടാനുള്ള കർമ്മങ്ങളും മുൻനിർത്തിക്കൊണ്ട് അവസാനത്തെ 10 ദിവസങ്ങളിൽ വലിയ അളവിലുള്ള പ്രാർത്ഥനകളും വലിയ അളവിലുള്ള ദൈവ ഉപാസനകളും ഓരോ വിശ്വാസിയും നിർവഹിക്കുകയാണ് പാപമോചനത്തിനായി. ഇതിനാണ് തൗബ എന്ന് പറയുന്നത്. പള്ളികളിൽ, മസ്ജിദുകളിൽ ഒരേ സമയം ദിവസത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളും മസ്ജിദുകളിൽ ഇരുന്ന് ധ്യാനനിമഗ്നനായി ദൈവത്തോട് തൻ്റെ പാപങ്ങൾ പുറത്ത് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ് വിശ്വാസി ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഈ സമയത്തുള്ള ഖുർആൻ പറയുന്നത് ഈ പ്രാർത്ഥനകളിലേക്ക് നിങ്ങൾ വേഗം വേഗം കടന്നു വരണമെന്നാണ്. സാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, റബ്ബിൻ്റെ രക്ഷിതാവിൻ്റെ അടുക്കലുള്ള പാപമോചനത്തിലേക്ക് നിങ്ങൾ വേഗത്തിൽ വേഗത്തിൽ നടന്നെടുക്കണമെന്നാണ്. ഇങ്ങനെ വേഗത്തിൽ ദൈവികമായ പാപമോചനത്തിലേക്ക് വിശ്വാസി സമൂഹം അടുത്തിരിക്കുന്ന, അങ്ങനെ ഒരു ധ്യാന നിമഗ്നനായ രീതിയിൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന, 24 മണിക്കൂറും മസ്ജിദുകളിൽ ചെലവഴിക്കുന്ന ധാരാളക്കണക്കിന് ആളുകളാണ് അവസാനത്തെ 10 ദിവസങ്ങളിലുണ്ടാവുക. മുസ്ലിങ്ങളുടെ ആരാധനാ കേന്ദ്രങ്ങളുടെ മൂലകേന്ദ്രമായി അറിയപ്പെടുന്ന മക്കയിലെ മസ്ജിദുൽ ഹറമിൽ ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ഈ അവസാന ദിവസങ്ങളിൽ ഭജനമിരിക്കുന്നതിനു വേണ്ടി, ഈ എത്തിക്കാഫ് എന്നാണ് അതിന് സാങ്കേതികമായി പറയാറുള്ളത്. ആ ഭജനമിരിക്കുന്നതിനു വേണ്ടി, ദൈവത്തെ ഉപാസിച്ച് മസ്ജിദുകളിൽ കഴിയുന്നതിനു വേണ്ടി ലക്ഷങ്ങളാണ് എത്തിച്ചേരാറുള്ളത്. നാടുകളിലുള്ള ഓരോ മസ്ജിദുകളിലും അങ്ങനെയാണ്. അവരെന്താണ് ദൈവത്തോട് ആവശ്യപ്പെടുന്നത്? അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫുവ ഫഅഫു അന്നി. അല്ലാഹുവേ, ദൈവമേ, നിൻ്റെ രൂപമാണ്, നിൻ്റെ സമ്പൂർണമായ, നിൻ്റെ എല്ലാമാണ് മാപ്പ് എന്നുള്ളത്, മാപ്പ് നൽകുക എന്നുള്ളത്. ആ മാപ്പ് ഞാൻ ചോദിക്കുന്നു, എനിക്ക് നീ മാപ്പു നൽകണമേ. ഈ പ്രാർത്ഥനയാണ് നിരന്തരം ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ മാപ്പപേക്ഷിച്ചുകൊണ്ട് ജീവിതത്തിൽ കഴിഞ്ഞുപോയ അബദ്ധങ്ങൾക്കും തെറ്റുകൾക്കും മാപ്പപേക്ഷിച്ചുകൊണ്ട് പുതിയ ഒരു മനുഷ്യനായി മാറാനുള്ള വലിയ ശ്രമമാണ് റമദാനിലെ അവസാനത്തെ ദിനരാത്രങ്ങളിലൂടെ ഓരോ വിശ്വാസിയും നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നത്. അവൻ നിർവഹിച്ച ആരാധനകളും സ്വതക്കകളും വിശുദ്ധ ഖുർആനിലൂടെയുള്ള സഞ്ചാരവും മറ്റുള്ളവരുമായുള്ള നിരന്തരമായ മാന്യമായ സമ്പർക്കങ്ങളും ആരാധനകൾ നിർവഹിച്ചവൻ്റെ മനസ്സ് അലിഞ്ഞ് എല്ലാ തിന്മകളിൽ നിന്നും മുക്തമായി മാറുന്നതും അവൻ സമ്പൂർണവാനായ പാപമുക്തനായൊരു മനുഷ്യനായി മാറുകയും ചെയ്യുന്നു എന്നതാണ് റമദാനിൻ്റെ ഈ അർത്ഥത്തിലുള്ള സങ്കല്പം. അത് നിർവഹിക്കാനും അത് നേടിയെടുക്കാനും വേണ്ടിയുള്ള വിശ്വാസികളുടെ നിരന്തരമായ പരിശ്രമങ്ങൾക്കാവട്ടെ റമദാനിൻ്റെ ഈ അവസാനത്തെ സമയങ്ങൾ എന്നോർമ്മപ്പെടുത്തുകയാണ്. റംസാൻ മൊഴികൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് റാഫി ചെമ്പ്ര.